Start ചെയ്തോട്ടാ. Respected ma'am, good morning and good morning all my dear friends. Prayer. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും സദാ ഭക്തിയും വിവേകവും തരണമേ ദയാനിധേ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും സദാ ഭക്തിയും വിവേകവും തരണമേ ദയാനിധേ. ഈ കലാലയം നിനക്ക് നിത്യവും വസിച്ചിടാൻ എത്രയും മനോജ്ഞമാം സദനമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ ഓൾ. Good morning all. Good morning. Good morning, ma'am. Good morning, ma'am. Signing and thought of the day. Prepared ആണല്ലോ. Signing now, ma'am. Okay, done. Good morning, all respected ma'am and my dear friends. Firstly, I would love to welcome all of you to this class. Especially welcome our ma'am. Hope we all together make this journey of knowledge and values enjoyable. Thank you. Okay. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഈ ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന ചാപ്റ്റർ എടുക്കൂല്ലേ? Yes, ma'am. സെമിനാർ എന്തെങ്കിലും തന്നിട്ടുണ്ടായിരുന്നോ? സെമിനാർ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. നെക്സ്റ്റ് ക്ലാസ് വ്യാഴാഴ്ച മാം വരാം. ഓക്കെ ഓക്കെ, വ്യാഴാഴ്ച നമുക്ക് പ്രസന്റ് ചെയ്യാം. അത് മെൻസൈറ്റിസിനെ കുറിച്ചിട്ടായിരുന്നോ? അതെ. മെൻസൈറ്റിസിനെ കുറിച്ചിട്ടാണ്. ജിറ്റി, മൃദുല, then റുബീന, വിഷ്ണുപ്രിയ, പിന്നെ ഒരാൾ കൂടി ഉണ്ടായിരുന്നല്ലോ, ഫാത്തിമയാണോ? then CPR നെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? Aspiration, respiration. ആർട്ടിഫിഷ്യൽ റെസ്പിറേഷനെ കുറിച്ചിട്ടും CPR നെ കുറിച്ചിട്ടും സെമിനാർ വേണം. നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീക്ക് എടുക്കാം. ഓക്കെ അല്ലേ? നിങ്ങളത് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് എന്നെ ഇൻഫോം ചെയ്താൽ മതി. സെമിനാർ ഉണ്ടായിരുന്നു. ഓക്കെ, മിനിറ്റ്. പേജ് നമ്പർ 21, ചാപ്റ്റർ യൂണിറ്റ് ഫസ്റ്റ് എയ്ഡ് എന്നാണ് നമ്മുടെ യൂണിറ്റിന്റെ പേര് കേട്ടോ. ഓക്കെ, അതിൽ നമ്മള് ഡ്യൂട്ടീസ് ഓഫ് ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ് വരെയും പറഞ്ഞു അല്ലേ? ആണോ? അല്ലെ? ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആക്സിഡൻസ് നമുക്ക് മേ ബി ഒക്കർ ചെയ്യാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആക്സിഡൻസ് മേ ബി ഒക്കർ ചെയ്യാം. നമ്മൾ അതിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് സെയിം ടൈപ്പ് ഓഫ് ഫസ്റ്റ് എയ്ഡ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു ആക്സിഡന്റ്, എല്ലാ ആക്സിഡന്റിനും സെയിം ടൈപ്പ് ഓഫ് ഫസ്റ്റ് എയ്ഡ് ആണ് കൊടുക്കുന്നത് അല്ലാലോ? അല്ല, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫസ്റ്റ് എയ്ഡ്സും കാര്യങ്ങളാണല്ലേ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ നമ്മള് when the first aid is necessary and how എന്നാണ് നമ്മൾ നോക്കുന്നത്. ഒരു ആക്സിഡന്റ് പറയും, അതെങ്ങനെ സംഭവിക്കുന്നു, അതിന് കൊടുക്കേണ്ട ആ സമയത്തുള്ള സിംറ്റംസ് എന്തൊക്കെയാണ്, ദെൻ അതിന് കൊടുക്കേണ്ട ട്രീറ്റ്മെന്റ് എന്താണ് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫെയിന്റിങ് ആണ് കേട്ടോ. എന്താണ് ഫെയിന്റിങ്? സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ബോധക്ഷയം സംഭവിച്ചിട്ടുണ്ടോ? ഇടയ്ക്ക് എപ്പോഴെങ്കിലും തല കറങ്ങിയിട്ടുണ്ടോ?
ഉണ്ട്. എപ്പോഴെപ്പോഴും തലകറങ്ങാറുണ്ടോ? ഇല്ല, പണ്ട് ബ്ലഡ് എല്ലാം കണ്ട അപ്പൊ തലകറങ്ങും, ബോധം കിട്ടും. ഇപ്പോഴുണ്ടത് ബ്ലഡ് കണ്ടാല്? ഇല്ലില്ല, ആദ്യം. ആണോ? നല്ല കാര്യം കേട്ടാ. കാരണം എന്റെ സിസ്റ്ററിനും ബ്ലഡ് കണ്ടാല് തലകറങ്ങും. അത് ഇപ്പോഴും ഉണ്ട്. അപ്പൊ എന്റെയൊക്കെ കൈ മുറിഞ്ഞിട്ടാണെങ്കിൽ പോലും എന്റെ കൈയായിരിക്കും മുറിഞ്ഞ് ബ്ലഡ് വരുന്നത്. അവളത് വന്ന് കാണും, അവള് തലകറങ്ങി വീഴും. പിന്നെ ഞാൻ അവളെ ട്രീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഞാൻ അവൾക്ക് വേണ്ട ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടതായിട്ട് വരും. ജസ്റ്റ് എന്റെ കൈ മുറിഞ്ഞ ബ്ലീഡിങ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വല്ല കോട്ടൺ എടുത്തുകൊണ്ട് വരാനായിരിക്കും പറയാം. പക്ഷെ അവള് അത് കാണുമ്പോ തന്നെ തലകറങ്ങി വീഴും. അതവിടെ ബ്ലഡ് കണ്ടാലും തലറിയുന്നത്. നമ്മളൊരു അസംബ്ലി കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ വരുന്ന അസംബ്ലിക്ക് കുറെ കുട്ടികൾ ഫെയിന്റ് ആയിട്ട് വീഴാറുണ്ട്. ഫെയിന്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഒരു കുട്ടിയെങ്കിലും ചിലപ്പോൾ ഫെയിന്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ടീച്ചറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ സ്ഥിരം കാണാൻ പോകുന്ന ഒരു കാഴ്ചയാണ്. അസംബ്ലി ആണെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടിയെങ്കിലും എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്? ഫെയിന്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഫെയിന്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ബ്രെയിനിലേക്ക് എനഫ് ബ്ലഡ് ഹാർട്ട് പമ്പ് ചെയ്യാതെ ആകുമ്പോഴാണ് ഒരു വ്യക്തി ഫെയിന്റ് ആകുന്നത്, തലകറക്കം, ബോധക്ഷയം സംഭവിക്കുന്നത്. ശരിക്കും ബോധക്ഷയം സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് ഒരു 2 മിനിറ്റ്സിനുള്ള റിക്കവർ ചെയ്യാം. വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യമല്ല അത്, നോർമൽ ആണ്. പെട്ടെന്ന് നമുക്ക് റിക്കവർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ബോധക്ഷയം സംഭവിക്കുമ്പോൾ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ. എന്റെ മോനി ചെറുതാ, 3.5 വയസ്സായിട്ടേ ഉള്ളൂ. അപ്പോ എപ്പോ ബ്ലഡ് അങ്ങനെ എന്തെങ്കിലും ഒരു മുറിവ് കണ്ടാൽ കുറച്ചൊന്ന് സ്റ്റക്ക് ആവും, പിന്നെ അപ്പട് ബോധം പോവും. അത് ബ്ലഡ് കണ്ടിട്ട് തലകറങ്ങി വീഴുന്നതാണ്. എന്റെ അനിയത്തിയും അതേപോലെയായിരുന്നു. ചെറുപ്പം മുതലേ അവൾ അങ്ങനെയായിരുന്നു. ഇപ്പൊ ഓനെ ഒരു കുട്ടികളോടെല്ലാം കളിക്കാൻ വിടാൻ പേടിയാ. കാരണം ആർക്ക് എന്ത് പറ്റിയാലും ഓൺ സ്പോട്ടിന് ബോധം പോവും. ബോധം വിട്ട് അല്ലെങ്കിൽ ബോധക്ഷയം സംഭവിക്കുന്നത് വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ ബോധക്ഷയം സംഭവിക്കുന്ന സമയത്ത് നമുക്ക് പെയിനും ഇഞ്ചുറീസും വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം പെട്ടെന്ന് ബോധക്ഷയം സംഭവിക്കുമ്പോൾ ചെറു തലവിലോട്ട് ഇരിക്കാനോ അപ്പൊ നമുക്ക് ഇഞ്ചുറി സംഭവിക്കും. അതായത് നമുക്ക് ചെന്നിരിക്കുമ്പോൾ ചതവോ കാര്യങ്ങളോ ഒക്കെ. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ വീഴുമ്പോൾ നമുക്ക് മേ ബി കുറച്ചും കൂടി ഇഞ്ചുറീസും കാര്യങ്ങളും വരാനുള്ള ചാൻസ് ഉണ്ട്, ഇല്ലേ? സാധാരണ ഇപ്പൊ എന്ത് ചെയ്യണം? തല ചുറ്റി കഴിയുമ്പോൾ അവിടെ ഇരിക്കാൻ പറയണം. കുട്ടിനോട് പറയാം തല ചുറ്റുന്ന. മെന്നാന്ന് വീണ് സ്റ്റെപ്പ് കടന്ന് വീണിട്ട് മൂക്കിന്റെ താഴെ വലിയ മുറിവ് വന്ന് ആയത്തിലുള്ള. പക്ഷെ ഇവനിക്ക് ബോധമില്ല. ഇവൻ ബ്ലഡ് കയ്യിൽ വരുത്തും, സ്പോട്ടിന് ബോധം പോയി. ഇവനൊന്ന് സ്റ്റെക്കാവും, പിന്നെ ഇവനിക്ക് ബോധം പോവും. അങ്ങനെ മാഹിക്കൊണ്ട് സ്റ്റിച്ചൊക്കെ ഇടേണ്ട അവസ്ഥയായിരുന്നു. ചിലപ്പോ മുറിവിന്റെ ആഴം കൊണ്ടായിരിക്കും കേട്ടോ സ്റ്റിച്ച് ഇട്ടത്. ഓക്കെ, അത് ചിലപ്പോ അത് ചില കുട്ടികളിൽ കാണുന്നുണ്ട്. ചില കുട്ടികളിൽ മുതിർന്നവരിൽ പോലും ഇപ്പൊ ബ്ലഡ് കണ്ടാൽ ചിലവര് തലകറങ്ങി വീഴും. അത് കാണുന്നതാണ്. ഇനി ആ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഡോക്ടറെ ഒന്ന് കാണിക്കുന്നത് നല്ലതായിരിക്കും. ഡോക്ടറോട് പറയാം നല്ല പ്രശ്നം ഉണ്ടോ എന്നുള്ളത്. ബോധക്ഷയം സംഭവിക്കുന്നത് നമ്മുടെ ബ്രെയിനിലേക്ക് എനഫായിട്ടുള്ള ബ്ലഡ് പമ്പ് ചെയ്യാതെ വരുമ്പോഴാണ്. ഇനി ബോധക്ഷയം സംഭവിക്കുന്ന അത്ര വലിയ പ്രശ്നം ആയിട്ടല്ല. കുറച്ച് 2 മിനിറ്റ്സ് കഴിയുമ്പോൾ അവർ റിക്കവർ ആയിട്ട് നമ്മൾ കുറച്ച് മുഖത്ത് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് തെളിച്ച് കഴിയുമ്പോഴേക്കും അവർ റിക്കവർ ആയിട്ട് വരും. പക്ഷേ അത് നമ്മള് ഒരു സ്ഥലത്ത് ഇങ്ങനെ വീഴുമ്പോൾ നമുക്ക് ഇഞ്ചുറീസ് പറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ തലകറങ്ങി വീഴാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് വീഴുന്ന സമയത്ത് ഇഞ്ചുറീസ് പറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് തല ചുറ്റുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ തന്നെ നമ്മൾ ഇരിക്കാൻ ശ്രമിക്കാം, അല്ലെ? അത്യാവശ്യം സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് ഇരിക്കാം. എവിടെയായാലും അവിടെ ഇരിക്കാൻ ശ്രമിക്കാം. ഇരിക്കാൻ പറയുന്ന വെച്ചാല് ഇരുന്നിട്ട് നമ്മൾ വീഴുമ്പോ ആ മുകളിൽ നിന്ന് വീഴുന്ന അത്രയും എഫക്റ്റ് ഉണ്ടാവില്ല. ഇരുന്നിട്ടല്ലേ നമ്മൾ വീഴുന്ന, അത്രയും ഇഞ്ചുറീസും കാര്യങ്ങളും വരാനുള്ള ചാൻസ് കുറവാണ്. ഓക്കെ ഓക്കെ അപ്പൊ ഫെയിന്റിംഗ് ആണ് പറയുന്നത്. when the brain does not get enough blood and the heart does not function properly, a person may faint. അപ്പോൾ ബ്രെയിനിലേക്ക് പ്രോപ്പർ ആയിട്ട് ബ്ലഡ് എത്താതെ വരുമ്പോൾ, ഹാർട്ടിൽ നിന്ന് ബ്രെയിനിലേക്ക് പ്രോപ്പർ ആയിട്ട് ബ്ലഡ് എത്താതെ വരുമ്പോൾ ഒരു വ്യക്തി മേ ബി ഫെയിന്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സംടൈം സിവിയർ പെയിൻ ഓർ ഇഞ്ചുറി ക്യാൻ ഓൾസോ ബി കോസ്ഡ് ഫോർ ഫെയിന്റിങ്. ചില സമയങ്ങളിൽ ബോധക്ഷയം സംഭവിക്കുമ്പോൾ പെയിനോ ഇഞ്ചുറീസോ വരാനുള്ള ചാൻസ് ഉണ്ട്. The face will begin peeling. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഖം വെള്ളറി വെളുക്കാറുണ്ടോ? ജസ്റ്റ് ബോധക്ഷയം സംഭവിച്ചവരോട് പറയാം. കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നാറുണ്ടോ? കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ ഐസാവണ പോലെയാ തോന്നുക.
ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഐസാവില്ലേ, ബോഡി അങ്ങ് ഐസാവണ പോലെ തോന്നും. കണ്ണിൽ ഇരുട്ട് കയറുക ചെയ്യുക ആദ്യം. കണ്ണില് ഇരുട്ട് കയറുന്ന പോലെ തോന്നും. പിന്നെ നമ്മുടെ അങ്ങനെ പോർഷൻ ടെസ്റ്റ് എവിടെയുള്ളത്, നമ്മുടെ യൂണിറ്റ് 5 പാർട്ട് 1 യൂണിറ്റ് 5 പേജ് നമ്പർ 21. ഓക്കെ. കണ്ണിൽ ഇരുട്ട് കയറും, പിന്നെ മങ്ങിയ പോലെ തോന്നും, കാഴ്ച മങ്ങുന്ന പോലെ തോന്നും. ചുറ്റും എനിക്കങ്ങനെ തോന്നിയിട്ടുള്ള കേട്ടോ തല ഇറങ്ങുമ്പോ. പിന്നെ മുഖം പെട്ടെന്ന് വെള്ളരി വെളുക്കും അല്ലെ. ചെവി അടച്ചിട്ട് കീന്നൊരു സൗണ്ട് കേൾക്കാറുണ്ട്. ആണോ? ആണല്ലേ. ചിലപ്പോ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടായിരിക്കാം തോന്നുന്നത്. എനിക്ക് ബ്ലാക്ക് മുതൽ ഒരു വൈറ്റ് ഡോട്ട്സ് പോലെയല്ല തോന്നുന്നു. എന്താണ്? വൈറ്റും ബ്ലാക്ക് മുതൽ ഒരു വൈറ്റ് കുറെ ഡോട്ട്സ് ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യാം തല ചുറ്റുമ്പോൾ. ആണോ? ഓക്കെ. പിന്നെ പെട്ടെന്ന് ബ്രീത്തിങ് കുറയും. ബ്രീത്തിങ്ങിന്റെ സ്പീഡ് കുറയാനുള്ള ചാൻസ് കൂടുതലാണ്. ബ്രീത്തിങ് കുറച്ച് കുറയും. തലകറങ്ങി കഴിയുമ്പോൾ ബ്രീത്തിങ് കുറച്ച് കുറയും. When the brain does not get enough blood and the heart does not function properly, a person may faint. Sometimes severe pain or injury can also be caused by fainting and right and left. The face may become peeling. The speed of the breathing will be decreased. The breathing കുറയും. നമ്മളെ ഒരാൾ തല ചുറ്റി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടി എന്ത് ചെയ്യും? കൂട്ടും കൂടി ആളെ ചുറ്റും അല്ലേ? അങ്ങനെയാണ് ചെയ്യാറ്. സാധാരണ രീതിയിൽ അങ്ങനെയാണ് ചുറ്റും വന്ന് നിൽക്കും. പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല ചെയ്യേണ്ടത്. അവർക്ക് ഫ്രഷ് എയർ, ബ്രീത്തിങ്ങിന്റെ സ്പീഡ് കുറഞ്ഞിരിക്കാം. സോ അവർക്ക് ഫ്രഷ് എയർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ആ ഒരു വ്യക്തിക്ക് ഫ്രഷ് എയർ കിട്ടുന്ന രീതിയിൽ മാറി നിൽക്കാം. മുഖത്ത് കുറച്ച് വെള്ളം തെളിച്ച് നോക്കാം. ഇനി പേഷ്യന്റിനെ നമ്മൾ കിടത്തുന്ന സമയത്ത് പാദങ്ങൾ തലയേക്കാൾ ഉയർത്തി കിടത്താനായിട്ട് ശ്രമിക്കണം. തലയേക്കാൾ പാദങ്ങൾ എന്ത് ചെയ്യണം? തല പാദങ്ങളെക്കാൾ ഉയർത്തി കിടത്തണം. കുറച്ചൊന്ന് ഹൈറ്റിലൊന്ന് കിടത്താനായിട്ട് ശ്രമിക്കാം. പിന്നെ കുട്ടികളുടെ കാര്യമാണെങ്കിൽ യൂണിഫോം ചില സമയത്ത് യൂണിഫോം ഒക്കെ ഭയങ്കര ടൈറ്റ് ആയിരിക്കും അല്ലെ. അതുകൊണ്ട് അവർക്കൊരു ശരിക്കും കറക്റ്റ് ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റണമെന്നില്ല കേട്ടോ. പ്രോപ്പർ ആയിട്ട് അവർക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കാം? പ്രോപ്പർ ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ യൂണിഫോം, ടൈ, അതിന്റെ മേലെ ഷർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കുഞ്ഞു കുട്ടികളുടെ കേസിലാണെങ്കിൽ ചിലപ്പോ പഴയ യൂണിഫോം ആയിരിക്കും. അപ്പൊ അവര് വേറെ പുതിയത് തയ്ച്ചിട്ടുണ്ടാവില്ല. അളവ് ചിലപ്പോൾ മാറ്റം ഉണ്ടാവും. അപ്പൊ അത് ഭയങ്കര ടൈറ്റ് ആയിട്ട് അവരിങ്ങനെ ഇറുകിയിരിക്കുന്ന ചില കുട്ടികൾക്ക് മാത്രം അങ്ങനെ കാണാറുണ്ട്. അതൊന്ന് ലൂസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് ബ്രീത്തിങ്ങിന്റെ കാര്യം നോർമലാവും. ഓക്കെ ഓക്കെ ആണോ? ഓക്കെ മാം. ആരെങ്കിലും അതൊന്ന് വായിക്കാൻ പറ്റുമോ? പോർഷൻ ഓക്കെ, വായിക്കാം. ട്രീറ്റ്മെന്റ് ഒന്ന് വായിക്കട്ടോ. Okay. People should be given fresh air. Cold water should be sprinkled on the face. Patients should be made to lie with feet raised higher than the head. Clothes should be loose. ഫ്ലാറ്റ് ആയിട്ട് കിടത്തരുത്. നമ്മള് പാദങ്ങളെക്കാൾ ഉയർത്തി നമ്മളിങ്ങനെ തല ഒന്ന് കുറച്ച് ഉയർത്തി കിടത്താണെങ്കിൽ നല്ലതായിരിക്കും. നമ്മളെ ചാരി ഇരിക്കുകയും ചെയ്യില്ലേ, അതേപോലെ കേട്ടോ. ചില കുറച്ച് ഹെഡ് കുറച്ചും കൂടി ഹയർ ദാൻ ദ ഫീറ്റിനേക്കാൾ ഒരുമിച്ച് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടല്ല, കുറച്ച് ഹെഡ് മാത്രമേ ഒരു വ്യക്തിയാന്ന് വിചാരിക്കും. ഇങ്ങനെയല്ല, കുറച്ച് ഇങ്ങനെ ഒന്ന് തല കുറച്ചൊന്ന് ഉയർത്തി കിടത്താണെങ്കിൽ കുറച്ചും കൂടി ആ ഒരു ബ്ലഡും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഹാർട്ടിൽ നിന്ന് ബ്രെയിനിലേക്ക് പമ്പ് ചെയ്തോളും. അത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോ ഫെയിലിംഗ് ചെയ്യുന്ന കാലല്ലേ മാം പൊക്കണ്ടേ, അല്ല തലയാണോ പൊക്കി വെക്കണ്ടേ? പാദങ്ങളെക്കാൾ നമ്മുടെ തല മുകളിലേക്ക് ഉയർത്തി കിടക്കണം. തല ഹെഡ് ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ എന്താണ്? ഫീറ്റ് അല്ലേ? ഫീറ്റ് റൈസ്ഡ് ഹയർ ദാൻ ദ ഹെഡ് ആണോ? ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ, സോറി, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി. ഫീറ്റ് റൈസ്ഡ്, അതൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്. ഞാൻ നോക്കിയിട്ട് പറഞ്ഞു തന്നാൽ മതി നിങ്ങൾക്ക് ആ പോയിന്റ്.
ആ മതി മാം, അത് കണ്ടിട്ട് ഡൗട്ട് തോന്നി ചോദിച്ചതാ. എനിക്കും ഡൗട്ട് തോന്നുന്നു. ഞാൻ നോക്കിയിട്ട് പറയാം. അത് ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്തിട്ട് പാദങ്ങളെക്കാൾ തല ഉയർത്തുന്ന രീതിയിലാണ് ഇത് എഴുതിക്കുന്നത് അല്ലെ. ഫീറ്റ് റൈസ് ഹയർ ദാൻ. നോക്കിയിട്ട് പറയാം കേട്ടോ. ഇനി ബ്ലീഡിങ് എപ്പോഴാണ് സംഭവിക്കുന്നേ? ബ്ലീഡിങ് കണ്ടു കഴിഞ്ഞാൽ ചിലവർ തലറിഞ്ഞു വീഴും അല്ലെ. അല്ലെ റീജോ? ഒരു ഡൗട്ടും കൂടി ഉണ്ട്. കോൾഡ് വാട്ടർ സ്പ്രിങ്കിൾ ചെയ്യണമെങ്കിൽ കോൾഡ് വാട്ടർ എനി റീസൺ? കോൾഡ് വാട്ടർ സ്പ്രിങ്കിൾ ചെയ്യുന്നത് എനി റീസൺ ഉണ്ടോ? അത് ക്ഷീണമെല്ലാം പെട്ടെന്ന് മാറും. തണുത്ത വെള്ളത്തിൽ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. കുറച്ച് തണുത്ത നല്ല വെള്ളം, ഇപ്പൊ ചൂടുവെള്ളം കോൾഡ് ആയിട്ട് സാധാരണ വെള്ളം തെളിച്ചാലും മതി, അല്ലെങ്കിൽ കോൾഡ് ആയിട്ടുള്ള വെള്ളം തെളിച്ചാലും മതി. തെളിച്ചാലല്ലേ, വെള്ളം തെളിച്ചാലല്ലേ പെട്ടെന്ന് ശരിയാവുന്നേ. അതെന്താ ഡൗട്ട് വന്നേ? ഇനി ബ്ലീഡിംഗ് എന്ന് പറയുന്നത് ചെറിയ നമ്മളുടെ ചെറിയ കഴിക്കുക. അപ്പോൾ നമുക്ക് വീട്ടിൽ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ബ്ലീഡിങ് ഇടയ്ക്ക് സംഭവിക്കാറുള്ളതാണല്ലേ. ബ്ലഡിന് വേറെ ഒരു സ്മെല്ലാണ്. ആക്സിഡന്റ് പേഷ്യൻസ് എല്ലാം വരുന്ന കേസെല്ലാം വരുന്ന സമയത്ത് അവർക്കൊരു ബ്ലഡിന്റെ ഒരു ഭയങ്കര സ്മെല്ലായിരിക്കും. അന്നേരം ഒരു തലറിഞ്ഞ ആദ്യം അങ്ങനെ തലറിഞ്ഞു പോയില്ലേ. അതുകൊണ്ടാണല്ലേ അത് അന്നേരം ബോധം കിട്ടും. ആ മണം ഇങ്ങനെ നമ്മള് മൂക്കിലേക്ക് അടിച്ചു കയറുമ്പോ ഒരു ബ്ലഡ് കാണുകയും ചെയ്യുന്ന ആ മണം അടിച്ചു കയറും. അന്നേരം തലറിഞ്ഞു ബോധം കിട്ടും. ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞില്ലേ പേഷ്യൻസ് ഷുഡ് ബി, നമ്മൾ ഈ ബോധക്ഷയം സംഭവിച്ച വ്യക്തിനെ എങ്ങനെ കടത്തന്നെയാണ് മോനെ അറിയാവുന്നത്? അത് നമ്മളെ ഇപ്പത്തെ പണ്ടത്തെ കട്ടിലൊന്നും എനിക്കറിയില്ല. ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളെ ഈ കട്ടിലിങ്ങനെ ഓരോ ഭാഗം 3 പാർട്ടായിട്ട് ഭാഗിച്ചിട്ടുണ്ടാവല്ലോ. തലേൻ്റെത് പൊന്തിക്കുക, നടുവിൻ്റെത് പൊന്തിക്കുക, കാലിൻ്റെതും റൈസ് ചെയ്യുക. അപ്പൊ തലയാണി മാറ്റും. അപ്പൊ തല താണിട്ട് കാല് കുറച്ച് പൊന്തിച്ച് തരിക, പൊന്തിക്കുക. ഞാൻ പറഞ്ഞു വന്നപ്പോ മാറിപ്പോയതാണ്. ഓക്കെ, എന്നുവെച്ചാല് തല താഴ്ത്തി പാദങ്ങൾ ഉയർത്തിയും കടത്താൻ ശ്രമിക്കണം, അങ്ങനെയല്ലേ? അതാണ് ക്ലിയർ ആണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു വന്നപ്പോ മാറിപ്പോയതാണ് കേട്ടോ. തല ഉയർത്തി പാദങ്ങൾ തല താഴ്ത്തി പാദങ്ങൾ ഉയർത്തി കടത്താനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ബ്ലീഡിങ് സംഭവിക്കുമ്പോൾ മേ ബി ചെറിയൊരു ഇഞ്ചുറീസോ കട്ടോ കാരണം നമുക്ക് എപ്പോ വേണമെങ്കിൽ ചെറിയ ബ്ലീഡിങ് കാര്യങ്ങളൊക്കെ സംഭവിക്കാം. കാപ്പിലറി ആർട്ടറി വെയിനിൽ ചെറിയൊരു കട്ട് സംഭവിക്കുമ്പോഴാണ് ബ്ലഡ് ഫ്ലോ പുറത്തേക്ക് വരുന്നത്. അപ്പൊ ഒരു മുറിവ് സംഭവിച്ചു, എനിക്ക് ഇവിടെയാണ് മുറിവ് സംഭവിച്ചത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയണേ, ഇവിടെ വെയിനുണ്ടല്ലേ, ഇവിടെയാണ് മുറിവ് സംഭവിച്ചിരിക്കണമെങ്കിൽ ഞാൻ ഇങ്ങനെ ഇടാണെന്ന് വിചാരിക്കും. താത്തി ഇടാണെങ്കിൽ ഒരുപാട് ബ്ലഡ് ഇങ്ങനെ ഫ്ലോ ആയി പോകാൻ ചാൻസ് കൂടുതലല്ലേ. ഒരുപാട് ബ്ലഡ് കൂടുതലായിട്ട് പോകും അല്ലെ, അങ്ങനല്ലേ? നമ്മൾ അതിന്റെ പൊസിഷൻ ഫോർവേഡ് ആയിട്ട് നിർത്തുകയാണെങ്കിൽ ഒരുപാട് ബ്ലഡ് പോകും. ഉയർത്തിപ്പിടിക്കുകയാണെങ്കിൽ അത്രയും മോഡ് ബ്ലഡ് പോകാനുള്ള ചാൻസ് കുറവാണ്. നമ്മള് ആ ഒരു മുറിവ് എബവ് ദ ഒറിജിനൽ പൊസിഷൻ, നമ്മുടെ ഒറിജിനൽ പൊസിഷനേക്കാളും ഉയർത്തിപ്പിടിക്കുകയാണെങ്കിൽ ബ്ലഡ് പോകും, എന്നാലും കുറവായിരിക്കും. ഓക്കെ, ഇൻജേർഡ് പാർട്ട് ഷുഡ് ബി അപ്പ് എബവ് ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. നമ്മൾ ഒറിജിനൽ പൊസിഷനിൽ ഒന്ന് എബവ് ആയിട്ട് വെക്കാൻ നോക്കാം. സ്കിൻ നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മേ ബി മുറിവൊക്കെ സംഭവിക്കുമ്പോൾ മേ ബി എന്താണ്, ചില കുട്ടികൾ വീഴുമ്പോഴായിരിക്കും ചെറിയ മുറിവുകളും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ നല്ല വെള്ളത്തിൽ നമ്മൾ നല്ല രീതിയിൽ അത് വാഷ് ചെയ്തിട്ട് നമ്മള് ബെറ്റാഡിനോ കാര്യങ്ങളൊക്കെ, ചെറിയ മുറിവുകളൊക്കെ ആണെങ്കിൽ ബെറ്റാഡിൻ കാര്യങ്ങളൊക്കെ വെച്ച് അത് ബാൻഡേജ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് കൊടുക്കാം. കാരണം നമുക്കറിയാം ചെറിയ കാലിനൊക്കെയാണ് ചെറിയ മുറിവുകൾ സംഭവിക്കുന്നതെങ്കിൽ ഈ പൊടിയും അല്ലെങ്കിൽ അണുക്കളും കാര്യങ്ങളൊക്കെ അവിടെ ആ മുറിവില് ഇരിക്കുകയാണെങ്കിൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ മുറിവ് സംഭവിച്ച പാർട്ട് നമ്മളിങ്ങനെ തുറന്ന് ഇടാണെങ്കിൽ അതിലൂടെയും ജെംസ് നമ്മുടെ ബോഡിയിൽ എൻട്രി ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി മാക്സിമം നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല രീതിയിൽ ബാൻഡേജ് ഒക്കെ ചെയ്ത് ആ മുറിവ് പ്രോപ്പർ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ നോക്കുക. ഇനി മുറിവ് കൂടുതലാണ്, ബ്ലീഡിങ് നിൽക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണം. ഇപ്പൊ ഒരാളുടെ എങ്ങനെയാണ് മൂക്കിന്റെ താഴെയല്ലേ പറഞ്ഞത്, അവിടെ ബ്ലീഡിങ് നിൽക്കുന്നുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞില്ലേ.
എമർജൻസി ആയിട്ട് ബ്ലീഡിങ് കൂടുതലാണെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ ആയിട്ട് വരും. ഓക്കെ, ബ്ലീഡിങ് എങ്ങനെയാണെന്ന് നോക്കാം. കൺട്രോൾഡ് ആണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട. കൺട്രോൾഡ് അല്ലെങ്കിൽ ബ്ലീഡിങ് വന്നുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ബ്ലീഡിങ് ഒക്കെ ആണെങ്കിലും അത് ബ്ലീഡിങ് കുറച്ച് പെട്ടെന്ന് സ്റ്റോപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്, കോട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. കോട്ട് ആയില്ലെങ്കിൽ എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി. ഓക്കെ, ഓക്കെ ആണോ? ബ്ലീഡിങ്ങിന്റെ കേസ് ഒന്ന് വായിച്ചാറുണ്ട് ഒരാള് ബ്ലീഡിങ്? ഞാൻ വായിക്കാം. Bleeding. When there is some injury or cut in the capillary, artery or vein, there will be bleeding. Treatment. The injured part should be up above its original position. Skin should be readjusted and washed with cold water. Tincture or iodine should be applied and bandaged lightly. ഓക്കെ, ക്ലിയർ ആണോ ബ്ലീഡിങ്? മാം തേർഡ് പാർട്ട് പറഞ്ഞു. തേർഡ് പാർട്ട് ടിൻചർ ഐഡിൻ ഉദ്ദേശിക്കുന്ന ഇവിടെ നമ്മള് മുറിവിന് പറ്റുന്ന ലോഷൻസ് ഉണ്ടല്ലോ, ബെറ്റാഡിൻ പോലുള്ള ആ സംഭവങ്ങൾ അപ്ലൈ ചെയ്യാം. ദെൻ എന്നിട്ട് അത് ബാൻഡേജ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഇൻഫെക്ഷൻ ഒന്നും വരാത്ത രീതിയിൽ ബ്രൈറ്റ് ആയിട്ട് അത് ബാൻഡേജ് ചെയ്യും. ദെൻ നമ്മൾ എന്താ മാം ഐഡിൻ ഉപ്പാണോ? ഡിസിൻഫെക്റ്റിംഗ് സൊല്യൂഷൻ നമുക്കൊരു സൊല്യൂഷൻ കിട്ടുമല്ലോ, മുറിവൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ബെറ്റാഡിൻ പോലെ തന്നെ ക്ലീൻ ചെയ്യുന്ന ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ, റെഡ് കളറില് ഹോസ്പിറ്റലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. കോഫി പോലെ ഇരിക്കും. ഒരു ബെറ്റാഡിന്റെ അതേ കളറൊക്കെ തന്നെ. നോക്കട്ടെ, കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ ഇമേജ്. സ്പിരിറ്റ് കൊണ്ട് ക്ലീൻ ചെയ്യത്തില്ലേ? സ്പിരിറ്റ് കൊണ്ട് ക്ലീൻ ചെയ്യും. ഐഡിൻ സൊല്യൂഷൻ ഉണ്ട്. ഇത് നമ്മള് ഐഡിൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്. സ്പിരിറ്റ് കൊണ്ട് മുറിവ് ക്ലീൻ ചെയ്തല്ലോ മിസ്. സ്പിരിറ്റ് കൊണ്ട് ഇത് ഭയങ്കര വേദനയിലായിരിക്കും. പണ്ട് ചെയ്തിരുന്നു. ഇതാണ് സംഭവം തോന്നുന്നു. ഇതേപോലത്തെ കണ്ടോ സ്ട്രോങ് ഇത് കണ്ടോ, ഒരു ബെറ്റാഡിന്റെ ഒക്കെ അതേ കളറില്ലേടാ, അതാണ്. പക്ഷെ അതേ കളർ തന്നെയുണ്ട്, കാപ്പി കളർ. ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതോ, നമ്മുടെ മുറിവ് കാര്യങ്ങൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന. കണ്ടിട്ടുണ്ട് മാം. പക്ഷെ അയോഡിൻ കണ്ടപ്പോ ഉപ്പാണോ അങ്ങനെ എന്തോ വിചാരിച്ചു. ഓക്കെ, പെട്ടെന്ന് ഐഡിൻ വേറെയല്ല. ആന്റിസെപ്റ്റിക് സൊല്യൂഷൻ ആണ്, ആന്റിസെപ്റ്റിക് ലൈക്ക് ഡെറ്റോൾ. ഓക്കെ, നമ്മൾ കാണുന്ന എല്ലാ പാമ്പുകളും പോയിസണസ് സ്നേക്ക് ആണോ? നമ്മളിത് കാണുന്ന എല്ലാ സ്നേക്കും പോയിസണസ് സ്നേക്ക് ആണോ? അല്ല, ചില പാമ്പുകൾക്ക് മാത്രമേ പോയിസൺ ഉള്ളൂ. പക്ഷെ നമ്മൾ ഭൂരിഭാഗം കാണുന്ന സ്നേക്കുകളും നോൺ പോയിസണസ് ആയിട്ടുള്ള സ്നേക്ക് ആണ് നമ്മളുടെ ചുറ്റുപാട് കാണുന്നത്. ചിലത് പോയിസണസ് സ്നേക്ക് ആണ്. അപ്പൊ എന്തായാലും പാമ്പ് അല്ലെങ്കിൽ സ്നേക്ക് എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു വീട്ടിൽ പറയാണല്ലേ? ഇല്ല, നിങ്ങൾക്കില്ല? ഓക്കെ, എനിക്ക് ഭയങ്കര പേടിയാണ് ഇത്. സ്നേക്ക് ബൈറ്റ് ചെയ്തു, പാമ്പ് കടിയിട്ടു എന്നൊക്കെ പറയുമ്പോ പെട്ടെന്ന് നമ്മൾ തന്നെ ഷോക്കായി പോകും. അയ്യോ പാമ്പോ എന്ന് വെച്ചാൽ നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ എന്തെല്ലാം ഫസ്റ്റ് എയ്ഡ് ആണ് സാധാരണ കൊടുക്കാറ്? സാധാരണ ബാൻഡേജ് ചെയ്യാം. നമ്മള് ഒരു പാമ്പ് കടിയിട്ട ഭാഗത്താണെങ്കിൽ മുകളിലും താഴെയുമായിട്ട് നല്ല രീതിയിൽ മുറുക്കി ബാൻഡേജ് ചെയ്യുക. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്ലീൻ ആയിട്ടുള്ള നൈഫ് വെച്ചിട്ട് അത് മുറിച്ച് ബ്ലഡ് ഫ്ലോ ചെയ്യാന്നാ പറയുന്നത്. പക്ഷെ എനിക്ക് അതിനോട് താല്പര്യമില്ല കേട്ടോ. കാരണം മേ ബി ആ സ്നേക്ക് പോയിസണസ് സ്നേക്ക് അല്ല, നോൺ പോയിസണസ് സ്നേക്ക് ആണെങ്കിൽ ജസ്റ്റ് നമ്മളതോടെ മുറിച്ച് വെറുതെ ബ്ലഡ് ഇങ്ങനെ ഫ്ലോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്ലഡ് ലോസ് കാരണം മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ പാമ്പ് കടിയേറ്റായിരിക്കില്ല അദ്ദേഹം മരിക്കുന്നത്, ബ്ലഡ് ലോസ് കാരണമായിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കാം. ഈ ഷാർപ്പ് ആയിട്ടുള്ള നൈഫ് ഒക്കെ യൂസ് ചെയ്യുന്നത് എനിക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണത്. നടന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പാമ്പ് കടിയേറ്റ ആളെ എത്രയും പെട്ടെന്ന് ആന്റിവെനം ഉള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കണം. ഇമ്മീഡിയറ്റ് ആയിട്ട് ആന്റിവെനം എവിടെയാണോ ഉള്ളത് ഹോസ്പിറ്റലില് നമ്മുടെ അടുത്ത് നമ്മൾ നോക്കി വെക്കാം. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ഞങ്ങളുടെ അടുത്ത് പറവൂര് താലൂക്ക് ഹോസ്പിറ്റലിൽ ആന്റിവെനത്തിനുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. ദെൻ എറണാകുളം മെഡിക്കൽ കോളേജിലുണ്ട്. സോ ഇത് രണ്ടുമാണ് ഞങ്ങൾക്ക് എമർജൻസി ആയിട്ട് എത്തിച്ചെല്ലാൻ പറ്റുന്ന
രണ്ട് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. സോ അപ്പൊ നമ്മൾ അവിടേക്ക് ഹോസ്പിറ്റലിലേക്കായിരിക്കും പേഷ്യന്റിനെ കൊണ്ട് എത്തുന്നത്. ഈ പേഷ്യന്റ് ഒരു കാരണവശാലും ഉറങ്ങാൻ അനുവദിക്കാൻ പാടില്ല. കാരണം ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റിലോട്ട് പോയിസൺ പെട്ടെന്ന് സ്പ്രെഡ് ആവും ബോഡിയിലേക്ക്. അതേപോലെ തന്നെ ട്രീറ്റ്മെന്റിനോട് പ്രതികരണം കുറയും. അതുകൊണ്ടാണ് പേഷ്യന്റിനെ ഉറങ്ങാൻ അനുവദിക്കാത്തത് കേട്ടോ. ഓക്കെ, അപ്പോ ഞാൻ രണ്ട് ടൈപ്പ് പോയിസണസ് സ്നേക്കിനെയും നോൺ പോയിസണസ് സ്നേക്കിനെയും കാണിച്ചു തരാം. അവരെ എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അവരുടെ ബൈറ്റ് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വെനമസ് സ്നേക്കും നോൺ വെനമസ് സ്നേക്കിന്റെയും ബൈറ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഏത് ടൈപ്പ് സ്നേക്ക് ആണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മള് ആ ഒരു ഇമേജ് ഞാൻ കാണിച്ചു തരാവേ. നോക്കി, ഇതില് ആദ്യം കാണുന്നത് വെനമസ് സ്നേക്ക് ആണ്, പോയിസൺ ഉള്ള സ്നേക്ക് ആണ്. അതിന്റെ ബൈറ്റ് രണ്ട് ദംശ അല്ലെങ്കിൽ രണ്ട് ടീത്ത് നല്ല രീതിയിൽ അത് എന്തിട്ടുണ്ട്, ദംശകൾ നല്ല രീതിയിൽ കാണാനായിട്ട് പറ്റും. പിന്നെ കാണുന്നത് നോൺ വെനമസ് സ്നേക്കിന്റെ ബൈറ്റ് ആണ്. അപ്പൊ നമുക്കൊന്ന് ബൈറ്റ് നോക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പാമ്പിന്റെ വിഷമുണ്ടോ, വിഷമുള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി നല്ല തലയുടെ ഷേപ്പ് നോക്കിയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പക്ഷെ പെട്ടെന്ന് സ്നേക്ക് ബൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പാമ്പിനെ അത്രയും ശ്രദ്ധിക്കില്ല. നമ്മൾ ആ ബൈറ്റ് നോക്കാം, പോയിസണസ് ആണോ നോൺ പോയിസണസ് സ്നേക്ക് ആണോ. എന്തായാലും നമ്മൾ ടൈറ്റ് ആയിട്ട് ബാൻഡേജ് ചെയ്യുക. മുകളിലേക്ക് പോയിസൺ ഉള്ളതായാലും കുഴപ്പമില്ല, ഇല്ലാത്തതായാലും കുഴപ്പമില്ല. നമ്മൾ നല്ല രീതിയിൽ അത് എന്ത് ചെയ്യുക, ബാൻഡേജ് ചെയ്യുക. എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഈ പോയിസണസ് സ്നേക്ക് ആണെങ്കിൽ ബ്ലഡ് മുകളിലേക്ക് പമ്പ് ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ മറ്റ് ബോഡി പാർട്ടിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ മുറുക്കി നമ്മൾ എന്ത് ചെയ്യാം, മുറുക്കി ബാൻഡേജ് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് പേഷ്യന്റിനെ കടത്തി കൊണ്ടുപോകരുത്. സ്ട്രെച്ചറിൽ കടത്തി കൊണ്ടുപോകാൻ പാടില്ല. അതേപോലെ കാലുമൊക്കെയാണ് ബൈറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ നടത്തിയും കൊണ്ടുപോകാൻ പാടില്ല. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കാം. ഇരുത്തി കൊണ്ടുപോകാണെങ്കിൽ കുഴപ്പമില്ല, ആളെ ഉറങ്ങാൻ അനുവദിക്കാതിരുന്നാൽ മതി. ഓക്കെ, ആർക്കെങ്കിലും പാമ്പടി ഏറ്റിട്ട് വിളിക്കും മുമ്പ്? ഇല്ല അല്ലേ? എന്റെ ഫാദറിന് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ആണോ? പക്ഷെ പിന്നെ അതിന് വിഷപ്പല്ലും അല്ലാത്ത പല്ലും ഒക്കെ ഉണ്ടല്ലോ, അന്നേരം വിഷമുള്ളത് കടിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് 24 hours ഒബ്സർവേഷൻ ICUലായിരുന്നു. പിന്നെ ഓക്കെ. ആണോ? ഓക്കെ, എവിടെ ട്രീറ്റ്മെന്റ് എടുത്തത്? അത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ്, എല്ലാ ഫെസിലിറ്റീസും ഉള്ളതാണ്. ഉള്ള ഹോസ്പിറ്റലാണ്. അപ്പൊ നമ്മളുടെ ചുറ്റുപാടുമുള്ള പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് ഏതൊക്കെ ഹോസ്പിറ്റലാണ് ആന്റിവെനത്തിന് ട്രീറ്റ്മെന്റ് ഉള്ളത് എന്നൊന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ ചുറ്റുപാടും ആന്റിവെനത്തിന് ട്രീറ്റ്മെന്റ് ഏതൊക്കെ ഹോസ്പിറ്റലാണ് ഉള്ളത് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. കാരണം പെട്ടെന്നായിരിക്കും ഇങ്ങനൊരു ഇൻസിഡന്റ്, നമുക്കൊരു ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ പേഷ്യന്റിനെ കൊണ്ട് ആ ഹോസ്പിറ്റലിലേക്ക് എത്രയും പെട്ടെന്ന് എത്താനായിട്ട് ശ്രമിക്കുകയാണ് വേണ്ടത്. ഓക്കെ അല്ലേ? ഇനി ഇതേപോലെ ഒരു പാമ്പ് കടി ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു കടി ബൈറ്റ് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല വെനമസ് സ്നേക്ക് ആണോ നോൺ വെനമസ് സ്നേക്ക് ആണോ എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്ക് നിങ്ങൾ, ആ ഒരു ഇമേജ് ഒന്ന് നല്ല രീതിയിലൊന്ന് നോക്കി വെച്ചേക്ക്. വെനമസ് സ്നേക്ക് ആണെങ്കിൽ ഉറപ്പായിട്ടും ദംശകൾ നല്ല രീതിയിൽ എന്തിട്ടുണ്ടാവും, അമർന്നിട്ടുണ്ടാവും. അതേപോലെ തന്നെ എന്താണ്, കുറച്ച് സ്വെല്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കുറച്ച് പെട്ടെന്ന് നീലും കാര്യങ്ങളുണ്ടാവും. പിന്നെ ഒരു നീല കളറിൽ ചിലപ്പോ മേ ബി ചില കേസുകളിൽ മാത്രം നീല കളറിൽ ആ ഒരു ഭാഗം നമുക്ക് കാണാനായിട്ട് പറ്റും. പാമ്പ് കടിയേറ്റിട്ടില്ല, പക്ഷെ പാമ്പിനെ ചവിട്ടിപ്പോയി. എന്താണ്? പാമ്പ് കടിയേറ്റിട്ടില്ല, പക്ഷെ പാമ്പിനെ എന്നോട് ചവിട്ടിപ്പോയി. ശ്രദ്ധിക്കാട്ട, സ്നേക്ക് ആണ്, ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്യാം. കാരണം എനിക്ക് ഏറ്റവും പേടിയുള്ള ജീവിയാ. ബാക്കി ഹാൻഡിൽ ചെയ്യാനായിട്ട്. പക്ഷെ സ്നേക്ക് ബൈറ്റ്, സ്നേക്കിനെ പേടിയാണ്.
ഓക്കെ. അട്ടയെ പേടിയാ. എന്താണ്? അട്ടയെ വരെ പേടിയാ. എനിക്ക് പേടിയില്ല കേട്ടോ. സ്നേഹിക്കിന് ഭയങ്കര പേടിയാണ്. കാരണം എന്റെ വീട് എന്ന് പറയുമ്പോൾ അത്യാവശ്യം കുറച്ച് പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. എന്നാലും അവിടെ പാമ്പുണ്ട്. പോയിസണസ് സ്നേക്ക് അല്ലാത്തത്, സാധാരണ പാമ്പാണ്. അത് വരുമ്പം പോകുന്നത് കാണാൻ പറ്റും. പക്ഷെ എനിക്ക് ഒരു അകൽച്ചയിൽ നിന്നിട്ട് കാണുന്നത് പേടിയുള്ളൂ. കണ്ടാൽ തന്നെ ഞാൻ അവിടെ കിടന്ന് കരയും. ചെറുപ്പത്തിലൊക്കെ ഭയങ്കര പേടിയായിരുന്നു, എന്റെ സ്വന്തം വീട്ടിലിട്ടാ. അപ്പൊ ഭയങ്കര പേടിയായിരുന്നു. കാര്യം പാമ്പാണ്. ആ ഒരു ചെറിയ പേടി ചെറുപ്പം മുതലുള്ളതാ. കാണുന്നുണ്ട്, സ്ഥിരം കാണുന്ന ഒരു ജീവിയാണല്ലോ. അതിന്റെ ഒരു ചെറിയ ഭയവും കാര്യങ്ങളൊക്കെ. നമ്മളെ വീട്ടില് പാമ്പ് വന്നാല് നമ്മളെ കൂക്കി ഒച്ചപ്പാടും കൊണ്ട് തന്നെ പാമ്പ് ഓടിപ്പോയി കളിയും പേടിച്ചിട്ട്. അത്ര ഒച്ചപ്പാടുണ്ട്. അയ്യോ പാമ്പ്, നാട്ടുകാർ മുഴുവൻ കൂടും പാമ്പ് എന്ന് പറയുമ്പോഴത്തേക്ക്. അത്രക്ക് അപ്പത്തേക്ക് പാമ്പ് പേടിച്ച് ഓടിയിട്ടുണ്ടാവും. പക്ഷെ പാമ്പിനെ കാണുമ്പോഴേ നമ്മള് കറക്റ്റ് പാമ്പ് എവിടെയോ പോയെന്ന് നോക്കി വെക്കണം അത്രേ. കാരണം പാമ്പ് പിടിക്കാൻ വരുന്നവരെ ചിലപ്പോ അധികം ഇപ്പൊ അവന്റെ അടുത്ത വീട്ടില് ഇവരിതുപോലെ തന്നെ പാമ്പെന്ന് പറഞ്ഞങ്ങ് ഓടി. നല്ല പോയിസണസ് ആയിരുന്നു പാമ്പ്, വീടിനകത്ത് കയറി. അപ്പൊ അവർക്കാണെങ്കിൽ അത് പുറത്തും പോയിട്ടില്ല, കണ്ടുപിടിക്കാനും പറ്റില്ല. എന്നിട്ട് അവര് പറഞ്ഞ് നിങ്ങൾ പേടിയാണെങ്കിൽ അത് എവിടെയാ പോയെന്ന് നോക്കണമെന്ന്. കട്ടിലിന്റെ പുറത്ത് കയറിയിരിക്കുക. എന്നിട്ട് പാമ്പ് എവിടെയാ പോയേ നമ്മൾ നോക്കണം, എന്നിട്ട് വേണം കോൾ ചെയ്യാൻ. അപ്പം അവർക്കിനി ആ വീട്ടില് സമാധാനത്തിൽ നിൽക്കാൻ പറ്റൂലല്ലോ, പാമ്പ് എവിടെയുള്ളതെന്ന് അറിയില്ലല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യണമെന്ന് അവര്. അപ്പൊ നമ്മൾ കട്ടിന്റെ മേളിൽ കയറിയിരിക്കാനാ അവര് പറയണേ. എന്നിട്ട് പാമ്പ് എവിടെയാ പോയേ നോക്കിയിട്ട് കോൾ ചെയ്യാൻ പാമ്പ് എടുത്തക്കാറെ. മാം മ്യൂട്ടാ. ഓക്കെ. നമ്മളെ പോയിസണസ് സ്നേക്ക് നമ്മൾ വിചാരിക്കും ശ്രദ്ധിക്കണം. കാരണം പാമ്പ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് എവിടെയാണ് പോയിരിക്കാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ശ്രദ്ധിക്കുക. സ്നേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് സ്നേക്ക് ആണെന്ന് നമുക്ക് ഡൗട്ട് തോന്നി കഴിഞ്ഞാൽ തന്നെ നമ്മളതൊന്ന് ഇൻഫോം ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ജസ്റ്റ് അതൊന്നൊരു പേടിയല്ലേ, നമുക്ക് തന്നെ പേടിയാണ്. അടുത്ത വീട്ടിലെ കാരണം ചെറിയ പാമ്പിനെ കണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഫുള്ള് നമ്മുടെ വീട് ഫുള്ളൊന്ന് സെർച്ചൊക്കെ ചെയ്യും. കട്ടിലിന്റെ അടിയിലൊക്കെ നോക്കും. എന്റെ പരിപാടിയാണ് കേട്ടോ. ഇത്തിരി പേടി കൂടുതലാ. അപ്പൊ അതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ എന്താ പറയാ, കട്ടിലിന്റെ അടി വരെ നോക്കിയിട്ടായിരിക്കും കടന്നുറങ്ങുന്നത്. അത്രയും പേടിയാണ് എനിക്ക്. ശ്രദ്ധിക്കാം. ഇവര് പറയുന്നത് ഇതില് ടെസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ബാൻഡേജ് ടൈറ്റ് ആയിട്ട് മുകളിലും താഴെ നല്ല രീതിയിൽ ബാൻഡേജ് ചെയ്യുക. പിന്നെ പേഷ്യന്റ് ഉറങ്ങാൻ സമ്മതിക്കരുത്, അല്ലെങ്കിൽ ഉറങ്ങാൻ അലോ ചെയ്ത് നേരെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്ന് മാത്രമേ എനിക്ക് നല്ല പോയിന്റ് ആയിട്ട് തോന്നുള്ളൂ. ഫസ്റ്റ് എയ്ഡ് ആ ഒരു ഇഞ്ചേർഡ് പാർട്ട് അല്ലെങ്കിൽ മുറിവ് ഉണ്ടാക്കുക എന്നുള്ളത് എനിക്ക് താല്പര്യമില്ല. ഓക്കെ, നമുക്ക് സിസ്റ്ററിനോട് ചോദിച്ചു നോക്കിയാലോ, അതെങ്ങനെയാ മോന് അഭിപ്രായം? പക്ഷെ മുറിവ് ചെറുങ്ങനെ ആക്കണം മിസ്, അല്ലെങ്കിൽ അതിന്റെ ചിലപ്പോ ആ മുറിവിലൂടെ തന്നെ ആ വിഷത്തിന്റെ ഇതങ്ങ് പോവും. അത് നല്ലൊരു പോയിന്റാ. കാരണം നമ്മൾ അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം വിഷം നമ്മളെ ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള ചാൻസ് കൂടുതലാണ്, ഈ വിഷമുള്ള പാമ്പാണെങ്കിൽ. പക്ഷെ അങ്ങനെ ഡീപ്പായിട്ട് കട്ട് ചെയ്യണ്ടെന്നുള്ളൂ. ഈ ബ്ലഡ് കുറച്ച് പോകുന്ന വിധത്തിൽ നമ്മൾ എന്തായാലും അത് കട്ട് ചെയ്ത് കൊടുക്കണം. അറിയാത്ത ഒരാൾ ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് വരാൻ അതെ, അറിയാത്ത ആള് ചെയ്യാൻ നിൽക്കരുത്. നമ്മളെപ്പോഴും അറിയുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞിട്ട് ചെയ്യും. കടിച്ചു തുപ്പാൻ നിൽക്കരുത് ഒരിക്കലും. കടിച്ചു തുപ്പുമ്പോൾ നമ്മൾ ചെയ്യുന്ന അത് ചെയ്യുന്ന മരണം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഉഗ്രവിഷമുള്ള പാമ്പെല്ലാം. അതെ, മേലില് തുണി കൊണ്ട് കെട്ടി മേലോട്ട് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി തുണി കൊണ്ട് കെട്ടി ടൈറ്റ് ആക്കി വെക്കണമെന്ന്. നല്ലതാണ്. പിന്നെ ചില ആൾക്കാർ നൈഫ് വെച്ച് യൂസ് ചെയ്യും, അതറിയാവുന്നത്. നേഴ്സ് ആയതുകൊണ്ട് റീജു അല്ലെ, റുബീന സോറി, റുബീന ചെയ്യുന്നോണ്ട് കുഴപ്പമില്ല. നമ്മളെ പോലത്തെ വീട്ടിൽ വിളിക്കുന്ന പേരാ റീജു. ഓക്കെ, കുഴപ്പമില്ല, ഞങ്ങള് റീജു തന്നെ വിളിക്കാം. അതെ. അപ്പൊ മുറിവ് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതൊരു മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമുക്ക് അറിയാൻ പറ്റില്ല. ചെയ്യാനായിട്ട് അറിയുന്നവരാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അതല്ല നമ്മൾ സാധാരണയാണെങ്കിൽ നമ്മളിപ്പോ നോർമലായിട്ട് മുറിവ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ അറിയില്ലെങ്കിൽ നമ്മൾ ബാൻഡേജ് പ്രോപ്പറായിട്ട് ടൈറ്റ് ആയിട്ട് കെട്ടാം, ദെൻ ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് ശ്രമിക്കാം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോ സ്നേക്ക് ബൈറ്റിംഗ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ പേഷ്യന്റിനെ പെട്ടെന്ന് ടെൻഷൻ ആക്കുകയല്ല വേണ്ടത്, കൂളാക്കുക,
കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇമ്മീഡിയറ്റ് ഹോസ്പിറ്റലിൽ എത്താൻ ട്രീറ്റ്മെന്റ് എടുക്കാം, ആളൊന്ന് കംഫർട്ട് ചെയ്യാം. നമ്മള് പെട്ടെന്ന് അത് കൺക്ലൂഷനും കാര്യങ്ങളും എത്താനായിട്ട് ശ്രമിക്കുക. ലാഗ് ആക്കിയിട്ട് ടൈം ലാഗ് ആക്കാൻ പാടില്ല, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ. മിക്കവരും പാമ്പ് കടി ഏറ്റിട്ട് പേടിച്ചിട്ടാ മരിക്കണേന്ന് പറയുന്നത്. അവര് ടെൻഷൻ അടിപ്പിക്കാൻ പാടില്ല. പാമ്പിനെ കടി കിട്ടിയ ആൾക്കാരെ ബേജാറാക്കരുത്. പാമ്പ് നോൺ പോയിസണസ് ആയിരിക്കും, പക്ഷെ പാമ്പ് കടിക്കുമ്പോൾ ആ പേടി കൊണ്ട് ചിലർക്ക് അറ്റാക്ക് വന്ന് അങ്ങനെ എന്നെ കടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറ്റാക്ക് വരും. എനിക്കും അത്രയും പേടിയുള്ള സാധനം പാമ്പ്. ഞാൻ ന്യൂസിൽ വായിച്ചിട്ടുണ്ടായിരുന്നു, പാമ്പ് കടിയേറ്റ ആള് അറ്റാക്ക് വന്ന് മരണം സംഭവിച്ചു. ന്യൂസിൽ ഇൻട്രസ്റ്റ് ആയപ്പോൾ ഞാൻ കുറച്ചും കൂടി നല്ല രീതിയിൽ വായിച്ചു. അപ്പോഴാണ് മനസ്സിലായത് അത് ശരിക്കും പറഞ്ഞാൽ നോൺ പോയിസണസ് ആയിട്ടുള്ള സ്നേക്ക് ആണ്. പെട്ടെന്ന് എന്തോ അദ്ദേഹത്തിന് പെട്ടെന്ന് ആ ഒരു പാമ്പ് കടിയേറ്റ ഒരു ഷോക്ക് കാരണം അറ്റാക്ക് വന്നാണ്. ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്നെ ഞാൻ പാമ്പിനെ ചവിട്ടിന്ന് പറഞ്ഞു. അപ്പൊ ചുറ്റുപാടുള്ള ആൾക്കാർ പറഞ്ഞ് കടിച്ചാല് ചവിട്ടിയാല് നിൽക്കൂല. അന്നേരം എല്ലാരും പറഞ്ഞതിന് പിന്നെ എനിക്ക് കാലിന്റെ അടിയിൽ നിന്ന് പോലെ കടിച്ചിനോളി എന്നുള്ളൊരു ഞാൻ ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ പക്ഷെ ഫണ്ണി ആയിട്ട് ഡോക്ടർ ചവിട്ടി മറ്റു പാമ്പല്ലാണ്ട് നീ അല്ലാതെ വരേണ്ടത്, കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ CPRനെ കുറിച്ച് പറയാൻ പറഞ്ഞല്ലോ, അപ്പോഴാ പറയണ്ടേ? ഇപ്പൊ റെഡിയാണോ മോൻ? മിസ്സേ, എനക്ക് അറിയുന്ന പോലെ ഞാൻ പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്നേക്ക് ബൈറ്റിന്റെ ഒന്ന് റീഡ് ചെയ്തതിനു ശേഷം നമുക്ക് സെമിനാർ. സ്നേക്ക് ബൈറ്റിംഗ് ആരെങ്കിലും പറയോ? റീഡ് ചെയ്യോ? ഞാൻ വായിക്കാം. Snake biting. Most of the snakes are not poisonous, but even their bites bring about demise on account of the shock. So it's very required to apply first aid. Bandage should be used tightly above and below injury. The injury must be enlarged with a clean and sharp-edged knife. This helps the poisoned blood to flow out. Then the patient should not be let to sleep. Okay, clear ആണോ snake biting? Okay അല്ലേ? Okay ഡാ. റിജു സെമിനാർ കണ്ടക്ട് ചെയ്തോട്ടാ, ഞാൻ ചെയ്യാമേ. ഓക്കെ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് CPR, അതായത് കാർഡിയോ പൾമോണറി റെസിസ്റ്റേഷൻ എന്ന ജീവൻ രക്ഷാ പ്രഥമ ശുശ്രൂഷയെ കുറിച്ചാണ്. നമ്മൾ കൃത്യസമയത്ത് നൽകുന്ന CPR, അതായത് പല ജീവനുകളെ രക്ഷിക്കാൻ സഹായിക്കും. ആദ്യം രോഗിയുടെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് സ്ഥലം സുരക്ഷിതമാണോ എന്നൊക്കെ ഉറപ്പുവരുത്തണം. രോഗിയെ തട്ടി വിളിച്ച് ബോധമുണ്ടോ എന്ന് പരിശോധിക്കണം. ശ്വാസോച്ഛ്വാസവും പൾസും 10 സെക്കൻഡിൽ കൂടുതൽ നമ്മൾ പരിശോധിക്കരുത്. പിന്നെ പൾസ് ഉണ്ടോ നോക്കുമല്ലോ, അത് 10 സെക്കൻഡിൽ കൂടുതൽ പരിശോധിക്കരുത്. അത് ഇല്ലാന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഉടനെ തന്നെ നെഞ്ചില് നമ്മൾ മധ്യഭാഗത്ത് പിന്നെ 2 കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ഒരു 30 തവണ പ്രസ് ചെയ്ത് കൊടുക്കണം. ശക്തിയിലും വേഗത്തിലും അമർത്തണം നമ്മൾ. അതിനുശേഷം പിന്നെ കൃത്രിമ ശ്വാസം കൊടുക്കണം. എന്നിട്ടും ഒരു ഇത് മൂവ്മെന്റും വരുന്നില്ല എന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യം കൃത്രിമ ശ്വാസം കൊടുക്കണം. ഇത് 5 or 6 തവണ നമുക്ക് ആവർത്തിച്ചുകൊണ്ട് നിൽക്കണം. ഒന്നിക്കല് വൈദ്യസഹായം എത്തുന്നത് വരെയോ അല്ലെങ്കിൽ രോഗിക്ക് ബോധം വീണ്ടും കിട്ടുന്നത് വരെയോ നമ്മൾ ഇങ്ങനെ ഇത് തുടരണം. CPR പരിശീലനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത്യാവശ്യമുള്ള കാര്യമാണ്. ഈ സെമിനാറിലൂടെ ലഭിച്ച അറിവുകൾ മറ്റുള്ളവരുമായി പങ്കുവെച്ച് ഒരു ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുക. എന്റെ വാക്കുകൾ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി. താങ്ക് യു. ടെൻഷൻ അടിച്ചു, അതാ ഇത്ര സ്പീഡ് പറഞ്ഞത്. കുഴപ്പമില്ലടാ. എടാ, CPR നമ്മള് മുതിർന്നവർക്ക് കൊടുക്കുന്ന രീതിയിലായിരിക്കില്ല ഇങ്ങനെ കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുന്ന CPR. അതേപോലെ തന്നെ ഇൻഫന്റിന് കൊടുക്കുന്ന രീതിയിലായിരിക്കില്ല കുട്ടികൾക്ക് കൊടുക്കുന്ന CPR. ഡിഫറൻസ് നമ്മള് കുഞ്ഞു കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൃത്രിമ ശ്വാസം കൊടുക്കാം. പിന്നെ നമ്മൾ ഈ വലിയാൾക്ക് അത്രയും ഫോഴ്സിലല്ല അമർത്താന്, കുട്ടികൾക്ക് അത്ര ഫോഴ്സിന്റെ ആവശ്യമില്ല. CPR കൊടുക്കുന്നത്. അതെ അതെ. 2 fingers വെച്ചാണ്
കുട്ടിയൊക്കെ ചെയ്യുന്നത്. കുട്ടികൾക്ക് ചെയ്യുന്നത്. കൗണ്ട് ഇല്ലേ? ചെസ്റ്റ് കംപ്രഷനും ബ്രീത്തിങ്ങിനും കൗണ്ട് ഇല്ലേ? കൗണ്ട് ഉണ്ട്, വ്യത്യാസമുണ്ട്. 30 ടൈംസ് പ്രസ് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ടു ബ്രീത്ത് ആണ്. റിപ്പീറ്റ് ചെയ്യണം. അത് നോർമൽ ആയിട്ടുള്ളവർക്കല്ലേ? അതെ. കുട്ടികൾക്ക് മിക്കവാറും അതിന്റെ ഇടയിൽ വരും. എന്തായാലും ബോധം വരുന്നതാണെങ്കിൽ അതിന്റെ ഇടയിൽ വരുമല്ലോ. മനസ്സിലായില്ല. കുട്ടികൾക്ക് നമുക്ക് അതിന്റെ ഇടയിൽ വരുമല്ലോ. നമ്മൾ ഈ വലിയ ആൾക്കാർക്കല്ലേ 30 തവണയല്ലേ നമ്മൾ കൊടുക്കുന്നേ. അതിന്റെ ഇടയിൽ ഇത് നമ്മള് ഓക്സിജൻ കൃത്രിമ ശ്വാസം ഇങ്ങനെ കൊടുത്തോണ്ട് നിൽക്കുകയും ചെയ്യല്ലോ. ഈ 2 പ്രാവശ്യം കൊടുത്ത് അങ്ങനെ അപ്പോഴത്തേക്ക് ബോധം വരണം എന്തായാലും. അതാണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രൊസീജിയർ. പിന്നെ ICUത്തെ പേഷ്യൻസിന് നമ്മൾ വേറെ പിന്നെ ഇതായിട്ട് ഓക്സിജൻ കൊടുക്കുമല്ലോ ഇതായിട്ട്. അപ്പൊ പിന്നെ CPR ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് 30 പ്രാവശ്യം ഇങ്ങനെ കൊടുക്കുകയും ചെയ്യാം. നിർത്താണ്ട് നല്ല ഊക്കിൽ കൊടുക്കുകയും വേണം. അതിന് നമ്മളെ ഹാർട്ടിന് നല്ല പ്രസ് കിട്ടണം ഈ ഒരു സൈഡ്. അതിന് ആംബുലൻസ് അങ്ങനെ എന്തോ ഉണ്ടല്ലോ, അങ്ങനെ അല്ലേ ചെയ്യുന്നത്? ഇടയ്ക്ക് പൾസ് ചെക്ക് ചെയ്ത് പൾസ് ചെക്ക് ചെയ്യണം, അതേപോലെ പൾസ് ചെക്ക് ചെയ്യണം. ഓക്കെ. അപ്പോ CPR ഇപ്പൊ നമുക്ക് CPR എന്താന്നുള്ളത് പ്രീജ് പറഞ്ഞു തന്നു. അത് മുതിർന്നവർക്ക് എങ്ങനെ കൊടുക്കണം എന്നുള്ളതും, അതേപോലെ ഇൻഫന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് CPR എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അതേപോലെ ചിൽഡ്രൻസിന് എങ്ങനെയാണ് CPR കൊടുക്കേണ്ടത്. 3 ടോപ്പിക്കായി. CPR എന്താന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ചിൽഡ്രൻസിന് എങ്ങനെ CPR കൊടുക്കണം, അതേപോലെ തന്നെ ഇൻഫന്റിന് എങ്ങനെ CPR കൊടുക്കണം, 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എങ്ങനെയാണ് CPR കൊടുക്കേണ്ടത്, ദെൻ മുതിർന്നവർക്ക് എങ്ങനെയാണ് CPR കൊടുക്കേണ്ടത് എന്ന് നോക്കുമോ നെക്സ്റ്റ് ക്ലാസ്സിൽ സെമിനാർ ആയിട്ട്? ലിൻഷി സെമിനാർ എടുക്കാനായിട്ട് പറഞ്ഞിട്ടില്ല പേര്? ഇല്ല, പറഞ്ഞിട്ടില്ല. ഞാൻ നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഇത് ഏതാ ഇൻഫന്റിൽ എങ്ങനെയാണ് CPR കൊടുക്കേണ്ടത് നോക്കൂ. ഓക്കെ. നെക്സ്റ്റ് വീക്ക് ആണ്, തേഴ്സ്ഡേ ആണ് കേട്ടോ അതിന്റെ ക്ലാസ് വരുന്നത്. ആലിയ എന്നല്ലേ പേര്? ആലിയാസ്. ഓക്കെ. അപ്പൊ ആലിയ മെനിഞ്ചൈറ്റിസിനെ കുറിച്ചിട്ട് ഇന്ന് പറയാന്ന് പറഞ്ഞല്ലോ. മെനിഞ്ചൈറ്റിസിനെ കുറിച്ച് നെക്സ്റ്റ് വീക്ക് എടുക്കാടാ. ഞാൻ പ്രിപ്പയർഡ് ആയിട്ടുണ്ടാവില്ല, കാരണം ഞാൻ തേഴ്സ്ഡേ അല്ലേ വരാന്ന് പറയും. ശരിക്കും എന്റെ ക്ലാസ് ജിഷാമസ് ലീവ് ആയതുകൊണ്ടല്ലേ ഞാൻ വന്നത്, അതുകൊണ്ടാണ് കേട്ടോ. ആലിയ, അപ്പൊ കുട്ടികളിൽ എങ്ങനെയാണ് CPR കൊടുക്കുന്നത് എന്നുള്ളത് നോക്കാം കേട്ടോ. ഓക്കെ. മുതിർന്നവരിലോ? മെനിഞ്ചൈറ്റിസിനെ കുറിച്ച് പറയുന്നവർ വേണ്ട, അല്ലാത്തവര് പറഞ്ഞാൽ മതി. ആലിയ റെഡി ആണോ? ഞാൻ കേട്ടില്ലായിരുന്നു കേട്ടോ, ഒന്നോട് പറയാമോ? അവിടെ കുട്ടികൾക്ക് എങ്ങനെയാണ് CPR കൊടുക്കുന്നത് പ്രിപ്പയർ ചെയ്ത് വരാമോ? മുതിർന്നവർക്ക് റെഡിയാണ്. എങ്ങനെയാണ് കംപ്രഷനും, അതേപോലെ എങ്ങനെ ബ്രീത്തിങ് നോക്കണം, അതേപോലെ എങ്ങനെയാണ് നമ്മുടെ ഹാൻഡിന്റെ പൊസിഷൻ, കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുമോ? ദെൻ മുതിർന്നവർക്കോ? സവിത മുതിർന്നവർക്ക് എങ്ങനെയാണ് CPR കൊടുക്കുന്നത് ഒന്ന് പ്രിപ്പയർ ചെയ്ത് വരാമോ? എന്തോ കേട്ടില്ല. മുതിർന്നവർക്ക് എങ്ങനെയാണ് CPR കൊടുക്കുന്നത് എന്നൊന്ന് നോക്കിയിട്ടുണ്ടാവോ? ഓക്കെ. നോട്ടില് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് പ്രസന്റ് ചെയ്താൽ മതി കേട്ടോ. നോട്ടിലൊന്നും പോയിന്റ് ഔട്ട് ചെയ്താൽ പ്രസന്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രസന്റേഷൻ സ്ക്രീൻ ഷെയർ ചെയ്ത് പ്രസന്റ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. ഓക്കെ. ക്ലാസ്സിൽ എങ്ങനെയാണ് നിങ്ങൾ പ്രസന്റ് ചെയ്യണത്? നിങ്ങളുടേതായ രീതിയിൽ PPT പ്രസന്റേഷൻ ചെയ്യുന്ന കുട്ടികളുണ്ട്, അപ്പൊ നിങ്ങൾക്ക് അത് പ്രസന്റ് ചെയ്യാൻ പറ്റും. മെനിഞ്ചൈറ്റിസിന്റെ അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. CPR കൊടുക്കേണ്ട കാരണങ്ങൾ ശ്വാസം മുട്ടല്, പിന്നെ വൈദ്യുതാഘാതം എത്തിക്കഴിഞ്ഞാല്, അമിത രക്തസ്രാവം ഉണ്ടായിക്കഴിഞ്ഞാല്, ശ്വാസകോശ രോഗമുള്ള കുട്ടികൾക്ക്, വിഷബാധ ഉണ്ടായാല്, പിന്നെ തലയ്ക്ക് ആഘാതം അങ്ങനെയുള്ള ഗുരുതര പരിക്കെല്ലാം പെട്ടെന്ന് സംഭവിച്ചു കഴിഞ്ഞാലല്ലോ നമ്മള് CPR പെട്ടെന്ന് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാകുന്നില്ല. ഓക്കെ. അപ്പൊ നമ്മള് ഇനി നോക്കാൻ പോകുന്നത്
അടുത്ത ഏതാണ്? 4th പോയിന്റ് ആണ് നമ്മൾ നോക്കുന്നത്. നമ്മള് പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ, വെള്ളത്തിൽ വീണ് മരണം സംഭവിച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലേ. ഒഴുക്കിൽപ്പെട്ട് അല്ലെങ്കിൽ വെള്ളത്തിൽ വീണ് മരണം സംഭവിച്ചു എന്നൊക്കെ നമ്മള് എപ്പോഴെങ്കിലും കേട്ട ടിവിയിലോ അല്ലെങ്കിൽ മഴക്കാലത്തൊക്കെ നമ്മൾ കൂടുതലായിട്ട് കേൾക്കുന്നതാണ് അല്ലെ, കേൾക്കാറുള്ളതല്ലേ? മഴക്കാലത്ത് കുട്ടികൾക്കെല്ലാം പ്രത്യേകം ഉള്ളതാ തോട്ടിലും കുളത്തിലെല്ലാം കുളിക്കാൻ പോവല് വെള്ളം നിറയുന്ന സമയത്ത്. കാരണവശാലും വിടരുത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോ ഞങ്ങളുടെ ഏരിയയിൽ തന്നെ, ഞങ്ങളുടെ അടുത്ത് തന്നെ 3 കുട്ടികള് അന്ന് മഴ കാരണം സ്കൂൾ അവധിയായിരുന്നു. സ്കൂള് കളക്ടർ അവധി പ്രഖ്യാപിച്ചു. അപ്പൊ എന്ത് ചെയ്തു കുട്ടികൾ, അവർക്ക് ഭയങ്കര ത്രില്ലാണ്. കളക്ടർ അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ എന്ത് ചെയ്തു, അവര് സൈക്കിൾ എടുത്ത് പുഴയില് കുളിക്കാനായിട്ട് ഇറങ്ങി. അതില് ഒരു കുട്ടി വീട്ടിലേക്ക് വന്ന്, ഒരു കസിന്റെ എന്നുവെച്ചാല് അമ്മാവന്റെ മോനും കൂടി ഉണ്ടായിരുന്നു. ശനി ഞായറും തിങ്കളാഴ്ചയായിരുന്നു സംഭവം. ശനിയാഴ്ച വന്നതാണ് മോൻ വീട്ടിലേക്ക്. തിങ്കളാഴ്ച ഇവരിപ്പോ കുളിക്കാൻ പോയപ്പോ ആ കുട്ടികള് വന്ന് നിന്ന കുട്ടി അവൻ ഒഴുക്കിപ്പെട്ടു. ബാക്കി 2 പേരെ കരയ്ക്ക് അടുപ്പിക്കാനായിട്ട് പറ്റി. അവിടെ ഉള്ളവർ കണ്ടപ്പോ പെട്ടെന്ന് പോയി പുഴയിൽ നിന്ന് പിടിച്ച് കരയ്ക്ക് എടുത്തു. പക്ഷെ മറ്റേ കുട്ടി ഒഴുക്കിപ്പെട്ടു പോയി. അവർക്ക് പെട്ടെന്ന് നല്ല ഒഴുക്കമുള്ള പുഴയായിരുന്നു, പെട്ടെന്ന് അവർക്ക് എത്തിച്ചെല്ലാൻ പറ്റിയില്ല ബാക്കിയുള്ളവർക്ക്. അപ്പോ നമ്മള് വെള്ളത്തിൽ പോകുമ്പോൾ ആക്സിഡന്റ്സ് സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടോ? അതില് നമ്മളൊരു ഒരു ഇൻസിഡന്റ് പറയുന്നില്ലേ, അമ്മയും 2 കുട്ടികളും കൂടി ഗോശ്രീ പാലത്തിന്റെ മുകളിൽ നിന്ന് വീണു, അല്ല ചാടി. അതില് അമ്മേനെ രക്ഷപ്പെടുത്തി ഒരു നേവി ഉദ്യോഗസ്ഥൻ, അമ്മേനെയും കുട്ടീനെയും രക്ഷപ്പെടുത്തി. പക്ഷെ കുഞ്ഞു കുട്ടിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പക്ഷെ എന്ത് പറ്റിയില്ല, ആളെയും കിട്ടിയില്ല. കുട്ടീനെ കിട്ടി, പക്ഷെ ഈ നേവി ഉദ്യോഗസ്ഥനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും ആ ഒരു വ്യക്തിനെ, അദ്ദേഹത്തിന്റെ ബോഡി റിക്കവർ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം അത്രയും നേവി ഉദ്യോഗസ്ഥൻ എന്നൊക്കെ പറയുമ്പോൾ നീന്താൻ വേണ്ടി നല്ല രീതിയിൽ പരിശീലനവും കാര്യങ്ങളൊക്കെ കിട്ടിയ ഒരു വ്യക്തിയാണ് അല്ലെ. അവര് കടലിലും കാര്യങ്ങളും നല്ല പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു വ്യക്തിയാണ്. എന്നിട്ട് അദ്ദേഹത്തിന് പോലും പ്രോപ്പർ ആയിട്ട് അദ്ദേഹത്തിന് പോലും ആ ഒരു ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റില്ല. മരണം സംഭവിച്ചു എന്ന് പോലും അറിയാനായിട്ട് പറ്റില്ല. ആ ബോഡി പോലും റിക്കവർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ വിചാരിക്കുന്ന പോലെ വെള്ളം അത്ര എന്താ പറയാ ഞാൻ 2 പ്രാവശ്യം ചെറുതിൽ ടീച്ചറെ, ഞാൻ 2 പ്രാവശ്യം വെള്ളത്തിൽ മുങ്ങിന് ചെറുതില്. തോട്ടിലെല്ലാം കുളിക്കാൻ പോയപ്പോ, പിന്നെ മഴക്കാലത്ത് വയലില് ആമ്പൽപ്പൂ കണ്ടിട്ട് പറിക്കാൻ കീനേരം ആ കിണറ് നിറഞ്ഞു മറിഞ്ഞിട്ട് കിണറ് കണ്ടില്ല. അപ്പൊ ആമ്പല് പറിക്കാൻ കീനപ്പോ അതിലാ മുങ്ങിയ കിണറ്റില്. എന്തോ ഭാഗ്യത്തിനുള്ള രക്ഷപ്പെട്ട്. ഭയങ്കര സംഭവം അന്നേരം കഴിഞ്ഞ്. കുട്ടിയൊക്കെ അങ്ങനെയല്ലേ, എന്തെങ്കിലും കാണുമ്പോ നമുക്ക് അതിനോടുള്ള ഇത് കൂടുമല്ലോ. എന്താ അത് നല്ല ഭംഗിയുള്ള ആമ്പലും താമരയെല്ലാം കാണുമ്പോ എന്തായാലും ആരും കൂടെ ഇല്ലെങ്കിൽ നമ്മളോട് ഇറങ്ങിപ്പോകില്ല, ആ പറിച്ചിട്ട് വേഗം ഇങ്ങ് വരാണ്. അങ്ങനെ മുങ്ങിയത്. നാട്ടുകാരെല്ലാം കൂടിയിട്ട് രക്ഷപ്പെടുത്തിയേ. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ കുട്ടികളോട് തന്നെ പറഞ്ഞു കൊടുക്കുക വെള്ളത്തിനെ കുറിച്ചിട്ടും. വെള്ളം ഇറങ്ങാൻ പാടില്ല, വെള്ളമാണ് ഇന്ന പ്രശ്നമാണ് സംഭവിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. നമുക്ക് അവർക്ക് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഇനി നമ്മളൊരാള് വെള്ളത്തിൽ വീണു എന്ന് വിചാരിക്കുക, അവർ നമുക്ക് 3 രീതിയിൽ എന്ത് പറയാം. ഓക്കെ, നമുക്ക് മേ ബി ഈ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ ചിലപ്പോൾ ടൈം കിട്ടണമെന്നില്ല കേട്ടോ. എന്നാൽ ഞാൻ പറയാം, ഒരാള് വെള്ളത്തിൽ പോയി, നമ്മൾ കരക്കെടുത്ത സമയത്ത് എന്തുണ്ട്, കോൺഷ്യസ് ആണ്, ആൾക്ക് ബോധമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ആ തണുത്ത ക്ലോത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി കുറച്ച് വാം ആയിട്ടുള്ള അത്യാവശ്യം ചൂടുള്ള ഡ്രസ്സും കാര്യങ്ങളും കൊടുക്കാം, കുറച്ച് ചൂടുവെള്ളം കുടിക്കാനായിട്ട് കൊടുക്കാം. ദെൻ എന്താണ് പറയാ, കുറച്ച് ഹോട്ട് വാട്ടർ കുടിക്കാൻ കൊടുക്കാം. അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആളോക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണ് വേണ്ടത്. തലക്കെടുത്തു, നമ്മള് ട്രീറ്റ്മെന്റ് കിട്ടി, ഫസ്റ്റ് എയ്ഡ് കിട്ടിക്കഴിഞ്ഞാല് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അല്ല ഫസ്റ്റ് എയ്ഡ് എന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. നമ്മൾ ആ ടൈമിൽ കൊടുക്കുന്ന ടെമ്പററി ട്രീറ്റ്മെന്റ് ആണ് ഇത് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. കാരണം ഈ നമ്മള് വെള്ളത്തിൽ വീണ സമയത്ത് മേബി വെള്ളം നമ്മളുടെ ലങ്സിലൊക്കെ കെട്ടാനുള്ള ചാൻസ് ഉണ്ട്, ലങ്സിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് പിന്നീട് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്തായാലും ട്രീറ്റ്മെന്റ് എടുക്കണം. ഓക്കെ,
അപ്പൊ നമുക്ക് നെക്സ്റ്റ് 2 ടോപ്പിക്കും നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഈ വരാൻ പോകുന്ന അല്ല ഈ തേഴ്സ്ഡേ എന്റെ ക്ലാസ് ആയിരിക്കും. അപ്പൊ സെമിനാർ എല്ലാവരും നോക്കിയിട്ട് വരാം. സെമിനാർ ദെൻ CPRന്റെ പോർഷൻ. ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ആർക്കെങ്കിലും ടോപ്പിക് കൊടുത്തിട്ടുണ്ടോ? എനിക്ക് തന്നായിരുന്നു ഞാൻ. അത് വ്യാഴാഴ്ചയാണെന്നാ വിചാരിച്ചത് കേട്ടോ. ഓക്കെ, വ്യാഴാഴ്ച പ്രസന്റ് ചെയ്യണോ കേട്ടോ. മിസ് ഇപ്പൊ എല്ലാവർക്കും സെമിനാർ കൊടുത്തില്ലേ? അതെല്ലാരും റെഫർ ചെയ്തിട്ട് എഴുതണോ നോട്ടില്? റെഫർ ചെയ്ത് നോട്ടിൽ എഴുതിയിട്ട് അത് പ്രസന്റ് ചെയ്യണം. എല്ലാരും അല്ല, ബാക്കിയുള്ള ആൾക്കാർ പ്രസന്റ് ചെയ്യാത്ത ആൾക്കാർ അങ്ങനെ എഴുതണോ മിസ്റ്റർ? ഇല്ലില്ല, സെമിനാർ പ്രസന്റ് ചെയ്യാത്തവര് നിങ്ങൾ ആ ടോപ്പിക്കിനെ കുറിച്ച് ലെക്ചർ നോട്ട് ചെയ്താൽ മതി. ഒരാൾ ടോപ്പിക് എടുക്കുകയാണെങ്കിൽ ആ ടോപ്പിക്കിനെ കുറിച്ച് നോട്ട് ചെയ്താൽ മതി. ഓക്കെ, സൈൻ ഔട്ട് ആരാ പറയുന്നേ? മാം ഇനി വ്യാഴാഴ്ച മാമിന്റെ ക്ലാസ് ഉണ്ടാവുമോ? ഉണ്ടാവൂടാ. സൈൻ ഔട്ട് ഞാനാണ് മാം. പറഞ്ഞോട്ടാ. First of all, thank you so much, teacher. Well organized and engaging. Teacher explained the topic for first aid clearly and made the section interactive. I was able to understand the lesson easily. The use of visuals and examples helped a lot. Overall, it was a positive and useful learning experience. Looking forward to more such sessions. Thank you. Thank you ട്ടാ. Thank you all. താങ്ക് യു മാം. മാം, സെമിനാർ ചെയ്യാത്തവര് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞേ? ക്ലിയർ ആയില്ലായിരുന്നു. ലെക്ചർ നോട്ട് ചെയ്താൽ മതി. ആ ടോപ്പിക് നമ്മൾ ആ ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. മാം മോക്ക് ടെസ്റ്റ് ഒരെണ്ണേ ഉള്ളൂ? ഒരെണ്ണല്ലേ വന്നിട്ടുള്ളൂ? ഫസ്റ്റ് എയ്ഡ് ഒരു യൂണിറ്റല്ലേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ? ഒരു യൂണിറ്റിന് ഒരു ടെസ്റ്റ് വരത്തുള്ളൂ അല്ലേ? അതെ. എത്ര ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അതില്? 20. മാം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നോ? സെമിനാർ അവര് പ്രസന്റ് ചെയ്താല് അതിൽ നിന്ന് നമ്മള് ലെക്ചർ നോട്ട് എഴുതാ ചെയ്യേണ്ടത്, അല്ല നമ്മൾ തന്നെ കണ്ടെടുക്കുക ചെയ്യേണ്ടത്? അല്ല, അവര് പ്രസന്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ലെക്ചർ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അവരത്രയും നന്നായിട്ട് പ്രസന്റ് ചെയ്യുന്നതാണ് വിചാരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഓൾ.